തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞ അനിശ്ചിതത്വത്തിൽ. വിജയ് ലോക് ഭവനിലെത്തി സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കറോട് അവകാശവാദം ഉന്നയിച്ചു. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കാതെ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഗവർണർ. ഇന്ന് വൈകിട്ടോടെയാണ് ലോക് ഭവനിലെത്തി വിജയ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറോട് സർക്കാർ രൂപീകരിക്കാൻ മതിയായ പിന്തുണയുണ്ടെന്ന് അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ കേവല ഭൂരിപക്ഷമായ 118 MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാതെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിജയ്ക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഗവർണർ. കേവല ഭൂരിപക്ഷം ഉറപ്പാക്കണമെന്ന സുപ്രീം കോടതി വിധിയുണ്ട് എന്നാണ് ഗവർണറുടെ വിശദീകരണം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും TVKയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്ത ഗവർണർക്കെതിരെ വിമർശനം ശക്തമാണ്. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകൾ വിജയിച്ച TVKയെ ഉപാധികളോടെ പിന്തുണക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ DMKയോടൊപ്പം നിൽക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. TVK ആസ്ഥാനത്തെത്തിയ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം 5 MLA-മാരുടെ പിന്തുണാ കത്ത് വിജയ്ക്ക് കൈമാറി. DMK മുന്നണി വിട്ട കോൺഗ്രസിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് NSUന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ദയാനാഥ് കാർത്തിക്, ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് അംഗം പ്രാണേഷ് ബാലാജി എന്നിവർ രാജിവെച്ചു. അതേസമയം വിജയ് പിന്തുണ അഭ്യർത്ഥിച്ച CPIM, CPI, VCK അടക്കമുള്ള പാർട്ടികൾ തീരുമാനമെടുത്തിട്ടില്ല. TVKയെ പുറത്തുനിന്ന് പിന്തുണക്കാൻ NDAയുടെ ഭാഗമായ അണ്ണാ DMK തയ്യാറാണെങ്കിലും വിജയ് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. കൈരളി ന്യൂസ്, ദില്ലി.